മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്ന് 4 ദിവസം വീണ്ടുമ്പോൾ കനത്ത തിരക്കിലാണ് ശബരിമല സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത്. ഓരോ ദിവസവും 1 ലക്ഷം ഭക്തർ വീതമാണ് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കനത്ത തിരക്കിലേക്ക് സന്നിധാനം മാറുമ്പോൾ വലിയ നടപ്പന്തലിലും കനത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ വലിയ നടപ്പന്തലിലെയും ശരംകുത്തിയിലെയും ഒക്കെ തിരക്ക് ഒഴിയുന്ന പക്ഷത്തിലാണ് ആളുകളെ സന്നിധാനത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 91,000 ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്ക്. സിവിൽ ദർശനം കൂടി കൂട്ടുമ്പോൾ ഇത് 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പോലീസും അറിയിക്കുന്നത്. കനത്ത തിരക്കിലാണ് നിലവിൽ സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത്. മണിക്കൂറുകളോളം നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടതായി വരുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി പലപ്പോഴും ഭക്തർ ഉന്നയിക്കുന്നുണ്ട്. സ്വാമി, എത്ര മണിക്കൂറായി നിൽക്കുന്നുണ്ട് വരിയിൽ? രാവിലെ പമ്പയിൽ നിന്ന് 4:30 കയറിയതാണ്. 4:30 കയറി. വലിയ തിരക്കൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നല്ല കുഴപ്പം, ചെറിയ കുട്ടി മാളികപ്പുറങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ആവശ്യമില്ലാതെ പിടിച്ച് കെട്ടിയിട്ടാണ് സ്വാമിമാരെ. എന്താ അതിൻ്റെ ഒക്കെ ആവശ്യം? തടയുന്നേ എല്ലായിടത്തും തടയുന്നുണ്ട്. ഒരു തൊടിയിൽ മാത്രമല്ല, എല്ലായിടത്തും തടയാണ്. ഇമ്മാതിരി പൈത മക്കളേറ്റ് എങ്ങനെ ഞങ്ങൾ മല കയറുക? ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരാവശ്യമില്ല. അവർക്ക് വെറുതെ പിടിച്ച് കെട്ടിയിടുകയാണ്. എവിടെയൊക്കെ തടഞ്ഞിട്ടുണ്ട്? എല്ലായിടത്തും. പിന്നെ നിലക്കുന്ന അവിടെ നിന്ന് മുതൽ ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരക്കൂട്ടത്തിൻ്റെ അടുത്തുനിന്ന് കനത്ത തിരക്കുണ്ട്, അതുകൊണ്ട് കൂടെ ആയിരിക്കാം. എന്ത് തിരക്ക് സ്വാമി? ഇങ്ങനെ കെട്ടിയിടുമ്പോഴല്ല തിരക്ക് കൂടുതൽ. അതെന്താ ഇവരെ ചിന്തിക്കാത്തേ? തിരക്ക് പലയിടങ്ങളിലുമുണ്ട്. മരക്കൂട്ടമടക്കമുള്ള പ്രദേശങ്ങളിൽ ഭക്തരെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പിന്നീട് മറ്റിടങ്ങളിലെ തിരക്ക് ഒഴിയുന്ന പക്ഷത്തിലാണ് ആളുകളെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് സമയം 10 മണിയോട് അടുക്കുമ്പോൾ, രാവിലെ 10 മണിയോട് അടുക്കുമ്പോൾ ഇതുവരെ 18-ാം പടി ചവിട്ടി അയ്യനെ കണ്ടു മടങ്ങിയത് 40,000-ഓളം ഭക്തരാണെന്നുള്ളതാണ്. ഈ കനത്ത തിരക്ക് വരും ദിവസങ്ങളിലും തുടരുന്ന സാഹചര്യത്തിൽ RAF-ഉം പോലീസിനൊപ്പം ചേർന്നുകൊണ്ട് സുരക്ഷ ഒരുക്കാനുള്ള തീരുമാനത്തിലാണ്. 120ഓളം വരുന്ന RAF സംഘമാണ് ഇപ്പോൾ പോലീസിനൊപ്പം ചേർന്നുകൊണ്ട് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി നിയന്ത്രണത്തിൽ ഉള്ളത്. ഇപ്പോൾ വലിയ നടപ്പന്തലിലും ശരംകുത്തിയിലും ഒക്കെ RAF-ഉം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെയും പോലീസിനൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ അയ്യപ്പന്മാരുടെ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായ കാര്യങ്ങളുമൊക്കെ RAF-ഉം അതേപോലെ തന്നെ പോലീസും കൃത്യമായി ചെയ്തു വരുന്നുണ്ട്.